ഹലോ, നിങ്ങൾക്ക് ചിരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഓടുമ്പോഴുമൊക്കെ അപ്രതീക്ഷിതമായി യൂറിൻ പോകുന്ന ഒരു പ്രശ്നമുണ്ടോ? എന്നാൽ അതാണ് യൂറിനറി ഇൻകണ്ടിനൻസ് എന്ന് പറയുന്നത്. ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. യൂറിനറി ഇൻകണ്ടിനൻസ് എന്നാൽ മൂത്രനാളത്തെയും മൂത്രാശയത്തെയും നിയന്ത്രിക്കുന്ന മസിൽസ് അല്ലെങ്കിൽ നെർവ്സ് ദുർബലമാകുമ്പോൾ മൂത്രം നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥയാണ് യൂറിനറി ഇൻകണ്ടിനൻസ് എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് യൂറിനറി ഇൻകണ്ടിനൻസ് കണ്ടുവരുന്നത്? പ്രധാനമായും ഡെലിവറി കഴിഞ്ഞവർക്ക്, മൾട്ടിപ്പിൾ ഡെലിവറീസ് കഴിഞ്ഞവർക്ക്, മെനോപോസ് ആർത്തവവിരാമം കഴിഞ്ഞവർക്ക്, പ്രായം കൂടുന്തോറും 40-45 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക്നെസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ അമിതവണ്ണമുള്ളവർക്ക്, ഒബിസിറ്റി ഉള്ളവർക്ക്, ഡയബറ്റിസ് പേഷ്യൻസിന്, നെർവ് ഡാമേജ് ഉള്ളവർക്ക്, പുരുഷന്മാരിൽ കൂടുതലും കണ്ടുവരുന്നത് പ്രോസ്ട്രേറ്റ് സർജറി കഴിഞ്ഞോ അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റിന്റെ ഇഷ്യൂസ് ഉള്ളവരിലും ഒക്കെയാണ്. അതുപോലെ മറ്റൊരു കാരണം നമ്മുടെ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് തെറ്റായ രീതിയിൽ ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെയാണ് കൂടുതലും യൂറിനറി ഇൻകണ്ടിനൻസ് കണ്ടുവരുന്നത്. ഇതിന് പ്രധാനമായി 4 ടൈപ്പാണുള്ളത്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, ചുമയ്ക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, തുമ്മുമ്പോൾ അല്ലെങ്കിൽ ഭാരമെടുക്കുന്ന സമയത്ത് മൂത്രം ചോർന്നു പോകുന്നത്, അതാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. രണ്ടാമത്തേത് അർജ് ഇൻകോണ്ടിനൻസ്, പെട്ടെന്ന് മൂത്രമൊഴിക്കണം എന്ന ശക്തമായൊരു തോന്നൽ ഉണ്ടാവുക, നമുക്ക് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ആ ഒരു തോന്നലിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. മൂന്നാമത്തേത് മിക്സഡ് ഇൻകണ്ടിനൻസ്, അതായത് ഈ സ്ട്രെസ് ഇൻകണ്ടിനൻസ് പ്ലസ് അർജ് ഇൻകണ്ടിനൻസ് ചേർന്നുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് മിക്സഡ് ഇൻകണ്ടിനൻസ് എന്ന് പറയുന്നത്. നാലാമത്തേത് ഓവർഫ്ലോ ഇൻകണ്ടിനൻസ്, ബ്ലാഡർ പൂർണ്ണമായി ഒഴിയാത്ത അവസ്ഥ, അതായത് തുള്ളിയായിട്ട് നമുക്ക് യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതാണ് ഓവർഫ്ലോ ഇൻകണ്ടിനൻസ് എന്ന് പറയുന്നത്. പ്രധാനമായി ഈ 4 ടൈപ്പാണുള്ളത്. ഇതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് കീഗിൾസ് എക്സസൈസ്. എന്താണ് കീഗിൾസ് എക്സസൈസ് എന്നാൽ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് ശക്തിപ്പെടുത്താനായി നമ്മൾ ചെയ്യുന്ന എക്സസൈസാണ് കീഗിൾസ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് ഇരുന്നുകൊണ്ട്, കിടന്നുകൊണ്ട്, അതുപോലെ നിന്നുകൊണ്ടും ഏതൊരു പൊസിഷനിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് കീഗിൾസ് എക്സസൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം കീഗിൾസ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബ്ലാഡർ എംറ്റി ആയിരിക്കണം. നമ്മൾ മൂത്രമൊഴിച്ച് ബ്ലാഡർ എംറ്റി ആക്കിയതിന് ശേഷം വേണം കീഗിൾസ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ കംഫർട്ടായി ഇരിക്കുക, അല്ലെങ്കിൽ ഏത് പൊസിഷനാണ്, കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും ചെയ്യാം. കംഫർട്ടായ പൊസിഷനിൽ ആദ്യം വരിക. അതിനുശേഷം നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മൾ യൂറിൻ പാസ് ചെയ്യുകയാണ്, പെട്ടെന്ന് നമ്മളത് പിടിച്ചു നിർത്തുകയാണ് എന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ അതൊരു 5 മുതൽ 10 സെക്കൻഡ് ടൈറ്റായി പിടിക്കുക. അങ്ങനെ 10 മുതൽ 20 റെപ്പറ്റീഷൻ ചെയ്യുക. ഡെയിലി കുറഞ്ഞതൊരു 3 തവണയെങ്കിലും ചെയ്യണം. നമ്മൾ ടൈറ്റായി പിടിക്കേണ്ട നമ്മുടെ വയറല്ല, നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് ആണ്. നമ്മൾ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമ്മൾ പിടിച്ചു നിർത്തുന്ന അതേ പൊസിഷൻ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മൾ യൂറിൻ പാസ് ചെയ്യുകയാണ്, പെട്ടെന്ന് നമ്മൾ പിടിച്ചു നിർത്തുന്നതായി ഇമാജിൻ ചെയ്യുക, അതേ കാര്യം ചെയ്യുക. അതുപോലെ നമ്മുടെ മസിൽസ് ഏനസിൻ്റെ അവിടെയുള്ള, നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ അവിടെയുള്ള മസിൽസ് ടൈറ്റായി മുറുകെ പിടിക്കുക, സ്ക്യൂസ് ചെയ്ത് പിടിക്കുക. അങ്ങനെ അതൊരു 5 മുതൽ 10 സെക്കൻഡ് അതേ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. റെപ്പറ്റീഷൻ 10 മുതൽ 20 തവണ. അങ്ങനെ 10 മുതൽ 20 തവണ അറ്റ് എ ടൈം നമ്മൾ ചെയ്യണം. ഡെയിലി ഒരു 3 തവണയെങ്കിലും ചെയ്യണം. ഈ എക്സസൈസ് നമ്മൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 4 മുതൽ 6 ആഴ്ചയിൽ നമുക്ക് അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ്, മാറ്റം അനുഭവപ്പെടുന്നതാണ്. ഓക്കെ, ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ഇന്ന് തന്നെ ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. ഒത്തിരി പേര് ഈ കണ്ടീഷൻ പുറത്ത് പറയാൻ മടിക്കുന്നവരാണ്. ഈ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ ഇത് ബാധിക്കും. ഒന്ന് പുറത്ത് പോകാൻ തന്നെ മടിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഓക്കെ, അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു അവസ്ഥ, യൂറിനറി ഇൻകണ്ടിനൻസ് എന്ന അവസ്ഥ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ അനുഭവിക്കുന്നവരാണ് എങ്കിൽ മടിച്ചു നിൽക്കാതെ ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ കൃത്യമായി ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ചേഞ്ച് അനുഭവപ്പെടുന്നതാണ്. ഇനി കണ്ടിന്യൂസ്ലി യൂറിൻ കൺട്രോൾ ഇല്ലാണ്ട് പോകുന്നവരാണ്, സിവിയർ ആയിട്ട് യൂറിൻ ലീക്കേജ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക്